നമ്മുടെ രാജ്യം വളർന്ന ഇന്റർനാഷണൽ ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ UK, US, ജർമ്മനി എന്നീ പേരുകൾ കഴിഞ്ഞാൽ ഇനി മുഴങ്ങി കേൾക്കാൻ പോകുന്ന പേര് ഇന്ത്യ എന്നായിരിക്കും. അതെ, കേട്ടത് ശരിയാണ്. പല മേഖലകളിലും വികസിത രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും ഇടം പിടിക്കുന്ന അഭിമാനകരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. വലിച്ചു നീട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് പോകാം. റോൾസ് റോയ്സ് എന്ന കമ്പനിയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ. UKക്ക് പുറമെ US-നും ജർമ്മനിക്കും ശേഷം ഇന്ത്യയെ തങ്ങളുടെ മൂന്നാമത്തെ ഹോം മാർക്കറ്റ് ആക്കി മാറ്റാനുള്ള അഭിമാനകരമായ നീക്കത്തിലാണ് ഇപ്പോൾ റോൾസ് റോയ്സ്. എന്തിനാണ് ഇതുപോലൊരു വമ്പൻ കമ്പനി നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്? അതും അവരുടെ ഹോം മാർക്കറ്റ് ആക്കി മാറ്റാൻ വേണ്ടി വരുന്നത്. ജെറ്റ് എഞ്ചിനുകൾ, നേവൽ പ്രൊപ്പൽഷൻ, ലാൻഡ് സിസ്റ്റങ്ങൾ, അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് എന്നിവയിലെ അവസരങ്ങൾ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് റോൾസ് റോയ്സ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കാലെടുത്തു കുത്താൻ ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ വ്യക്തമായ നയം, അതുപോലെ തന്നെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ വ്യാവസായിക ആവാസ വ്യവസ്ഥ എന്നീ കാര്യങ്ങൾ കണക്കിലെടുത്താണ് റോൾസ് റോയ്സ് എന്ന ഭീമൻ കമ്പനി ഈ ഒരു ഉജ്ജ്വലമായ നീക്കത്തിന് ഒരുങ്ങുന്നത്. ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഭീമാകാരമായ ഒരു കമ്പനി നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങളിലും അതിന്റെ വളർച്ചയിലും സ്വയം ആകർഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ തീർത്തും ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്ത തലമുറ എയ്റോ എഞ്ചിൻ വികസനമാണ് കമ്പനി മുൻഗണന നൽകുന്ന പദ്ധതി. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്താണ് നേട്ടം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത തലമുറ എയ്റോ എഞ്ചിൻ വികസനമാണ് കമ്പനി മുൻഗണന നൽകി നടപ്പാക്കുക. ഈ എയ്റോ എഞ്ചിനാണ് നമ്മുടെ ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആയ AMCA പ്രോഗ്രാമിന് കീഴിലുള്ള കോമ്പാറ്റ് ജെറ്റുകൾക്ക് ശക്തി പകരുന്നത്. ഈ ഒരു വികസനത്തിലൂടെ ഇന്ത്യയുടെ വ്യോമ പോരാട്ട മേഖലയിൽ ഒരു വമ്പൻ കുതിച്ചുചാട്ടം തന്നെ സംഭവിക്കുമെന്നത് സംശയം കൂടാതെ നമുക്ക് പറയാനാകുന്ന ഒരു കാര്യമാണ്. ഈ റോൾസ് റോയ്സ് എന്ന പേര് നമ്മളിൽ അധികം പേരും കേട്ടിട്ടുള്ളത് ഒരു ആഡംബര കാർ നിർമ്മാതാക്കൾ എന്ന നിലയിലായിരിക്കും. അതുകൊണ്ട് തന്നെ യുദ്ധവിമാന എഞ്ചിനുകൾ അല്ലാതെ നിലത്തുകൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളൊന്നും നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് വേണ്ടി ഈ റോൾസ് റോയ്സ് കമ്പനി നിർമ്മിക്കുന്നില്ലേ എന്ന സംശയം പലരിലും ഉണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ ഒരു സംശയം വേണ്ട, അതും വരുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞു തരാം. നമ്മുടെ ഈ റോൾസ് റോയ്സ് കമ്പനി ഇന്ത്യൻ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി 2 ധാരണാപത്രങ്ങൾ MOU സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇതിൽ ഒരെണ്ണം അർജുൻ ടാങ്കുകൾക്കുള്ള എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ മറ്റൊന്ന് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള യുദ്ധവാഹനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ റോൾസ് റോയ്സ് കമ്പനി CEO നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ നീക്കം സംബന്ധിച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഇന്ത്യയെ ഒരു ആഭ്യന്തര വിപണിയായി സ്ഥാപിക്കാനും അതിലൂടെ ഉയർന്ന ഉൽപാദന ശേഷി, നൂതന എഞ്ചിനീയറിംഗ് കഴിവുകൾ, അതുപോലെ തന്നെ സാങ്കേതിക വികസനം എന്നിവയിലേക്ക് വലിയ വളർച്ച കൈവരിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ വികസിക്കും എന്നത് തന്നെ പറയണം. നമ്മുടെ വരാനിരിക്കുന്ന AMCA ജെറ്റുകൾക്ക് ഏത് എഞ്ചിൻ വേണമെന്ന ചർച്ച അണിയറയിൽ ചൂട് പിടിച്ച് നടക്കുകയാണ്. റോൾസ് റോയ്സ് സ്വയം ഒരു അനുയോജ്യമായ പങ്കാളിയായി നിലകൊള്ളുന്നുണ്ടെന്നതും വസ്തുതയാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എഞ്ചിൻ സപ്ലൈ ചെയ്യാൻ റോൾസ് റോയ്സ് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. റോൾസ് റോയ്സിന്റെ എഞ്ചിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എല്ലാ എഞ്ചിൻ ഡിസൈൻ ജോലികളും ഇന്ത്യയിൽ തന്നെയാകും നടക്കുന്നതെന്നും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ കൈമാറ്റം സാധിക്കുമെന്നും ബൗദ്ധിക സ്വത്തവകാശവും അതുപോലെ തന്നെ സംയുക്ത ഉടമസ്ഥാവകാശവും ഉണ്ടാകുമെന്നും കമ്പനി വൃത്തങ്ങൾ ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഡിസൈൻ IP ലഭിക്കുന്നതിലൂടെ തന്ത്രപരമായ നിയന്ത്രണമാണ് നമുക്ക് ലഭിക്കുക. സൗദി കൈവശം വെച്ചിരിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് യൂറോ ഫൈറ്റർ ടൈഫോൺ. 90 kN ത്രസ്റ്റ് നൽകുന്ന യൂറോ ഫൈറ്റർ ടൈഫോണിന്റെ EJ200 എന്ന എഞ്ചിൻ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കമ്പനി നമ്മുടെ ഈ റോൾസ് റോയ്സ് ആണ്.